ഹലോ ഗൈസ്, അങ്ങനെ എല്ലാവർക്കും വില്ലേജ് ജീനിയസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഗൈസ്. ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മൾ ടെക് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് ഒന്നുമല്ല ചെയ്യുന്നത്. ഞാൻ കമന്റ് ബോക്സിൽ കുറച്ച് നല്ല നല്ല കമന്റുകൾ കണ്ടു. അപ്പോൾ അതിനെപ്പറ്റി നമുക്കൊന്ന് ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കാം. അതിനാണ് ഞാൻ ഇങ്ങനൊരു വീഡിയോ ഇടുന്നത് തന്നെ. ഓക്കെ, അപ്പോൾ ഇത് നമ്മുടെ ചാനൽ ഒരു ടെക് ബ്ലോഗ് ആയതുകൊണ്ട് തന്നെ ബേസിക്കലി ടെക് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളും ബ്ലോഗ്സും ഓൾറെഡി ഉണ്ടാവും. അപ്പം ഞാൻ പറയാൻ വന്നതെന്ന് വെച്ചാൽ ഓക്കെ, എന്നോട് കുറച്ച് പേര് ചോദിച്ചൊരു ചോദ്യമാണ്. കുറച്ച് പേര് എന്ന് പറയുമ്പോൾ ഏകദേശം 10-18 പേര് ചോദിച്ചു ബ്ലോയുടെ ഫസ്റ്റ് ബ്ലോഗ് എങ്ങനെയാണ്. കമൻസ് അവരുടെ കാണും. ഓക്കെ, അപ്പോൾ കുറച്ച് പേര് ചോദിച്ചു ഫസ്റ്റ് ബ്ലോഗ് എങ്ങനെയായിരുന്നെന്ന്. അതായത് ഇതാണോ ബ്രോയുടെ ഫസ്റ്റ് ബ്ലോഗ്, എങ്ങനെയായിരുന്നു, എത്രാം വയസ്സിലാണ് ബ്ലോഗിങ് തുടങ്ങിയെന്ന്. കാരണം ഇങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ ഏറ്റെടുക്കാൻ പാകത്തിലുള്ള നിലയിലൊന്നും യൂട്യൂബിൽ ഞാൻ എത്തിയിട്ടില്ല. പക്ഷേ ചോദ്യങ്ങളൊക്കെ വളരെ ഇഷ്ടപ്പെട്ടു, അതുകൊണ്ട് കമൻറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു. എൻ്റെ ഫസ്റ്റ് ബ്ലോഗ് എന്ന് പറയുമ്പം ഞാൻ എൻ്റെ +1 ആ ഒരു ടൈമിലാണ്, ഞാനിപ്പോൾ ഡിഗ്രി ഫസ്റ്റ് ഇയർ ആണ്. അപ്പോൾ ആ ഒരു ടൈമിലാണ് എൻ്റെ ഫസ്റ്റ് വ്ളോഗ് ആരംഭിക്കുന്നത് ഗൈസ്. ഓക്കെ, ഫസ്റ്റ് വ്ളോഗ് അവിടെ നിന്നാണ് തുടങ്ങുന്നത്. ഞാൻ എൻ്റെ ഫ്രണ്ട് ആൽബിൻ, ജിനു, ജോസഫ്, അങ്ങനെ ഒരു 4 പേരൊക്കെ ചേർന്ന് പാലുകാച്ചി മല എന്ന് പറഞ്ഞൊരു മലയുണ്ട്. ഓക്കെ, ഞാൻ കണ്ണൂർ, കൊട്ടിയൂർ, നീണ്ടു നോക്കി ആ ഒരു ഭാഗത്തുള്ള വലിയ പ്രശസ്തമായ ഒരു മലയാണ് പാലുകാച്ചി മല. അപ്പോൾ അവിടേക്ക് ഞങ്ങൾ ഹൈക്കിങ്ങിന് പോയി. അതാണ് ഞാൻ ആദ്യമായിട്ട്, അതെനിക്ക് അന്ന് ഫോണില്ല, അവൻ്റെ കൂട്ടുകാരൻ്റെ ഫോണിലാണ് ഞാൻ എടുക്കുന്നത് വീഡിയോ. അപ്പോൾ അങ്ങനെ ആ വീഡിയോ അങ്ങനെ എടുക്കുന്ന ഒരു വീഡിയോ ആയിരുന്നു എൻ്റെ ഫസ്റ്റ് വ്ളോഗ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ടൈം കളയണ്ട. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യണം. പിന്നെ നമ്മൾ വണ്ടി ഒക്കെ അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ കാണുവാനായിട്ട് ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്, അതൊക്കെ പോയി ഒന്ന് കണ്ടേക്കുക. അപ്പം നമുക്ക് നേരെ എൻ്റെ ആ പഴയ കാല ബ്ലോഗിങ്ങിലേക്ക് പോവാം. ഓക്കെ, നമുക്കൊരു 2-2.5 കൊല്ലം പുറകോട്ട് പോകാം. ഈ വീഡിയോയിൽ ബാക്കി ഇരിക്കുന്ന അവൻപിറ്റി, അതിന് മുമ്പിലിരിക്കുന്ന ജോസഫ്. അന്ന് ഞാൻ ഈ വീഡിയോ എടുക്കുമ്പം ഇന്ന് ഈ വീഡിയോ ഇതുപോലെ വരുമെന്ന് അവന്മാർ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടില്ല ഗൈസ്. ഇത് ആൽബിഗെ 3 കൂട്ടുകാർ കൂടി നിന്നാൽ അതിലൊരുത്തൻ എയറിലായിരിക്കും. അതിലൊരുത്തനാണ് ഇവൻ. വെറും പഞ്ചപാവമാണ്, അക്കൗണ്ടിൽ പൈസയുണ്ട്, പൊടിക്കുന്ന ഞങ്ങളാണ്. യുവസുന്ദരൻ, കോമളൻ, ഒരു ദുശീലവും ഇല്ല, കല്യാണവും കഴിച്ചിട്ടില്ല, പാവോ. അപ്പോൾ ഇന്ന് ഞങ്ങൾ പോകാൻ പോകുന്നത്, ഇന്ന് ടെക് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് ഒന്നും അല്ല. ഇന്ന് ഞങ്ങൾ പാലുകാച്ചി മലയിലേക്ക് ട്രിപ്പ് പോവാണ്. കണ്ണൂർ കൊട്ടിയൂർ പഞ്ചായത്തിലെ നീണ്ടുനോക്കി ടൗണിനടുത്തുള്ള പാലുകാച്ചി മലയിലേക്കാണ് പോകുന്നത്. വളരെ ചരിത്ര പ്രസിദ്ധമായ ഒരു സ്ഥലമാണ്. അപ്പോൾ നേരെ മലയിലേക്ക് പോവാം. ഇത് മൊത്തം ഉരുള് പൊട്ടി താഴോട്ട് വന്നതാണ്. ഓക്കെ ഗൈസ്, നമ്മൾ പാലുകാച്ചി മലയുടെ പകുതിയോളം കയറി. ഇനി ഒരു കുരിശടി എത്താനുണ്ട്. എൻ്റെ കൂടെ എൻ്റെ ചങ്ങായിമാരൊക്കെ ഉണ്ട്. ആ കാണുന്നതാണ് നമ്മുടെ നായകൻ. പിന്നെ എൻ്റെ കൂടെ എൻ്റെ ക്ലാസ്സിൽ പഠിക്കുന്ന കൂട്ടുകാരുണ്ട്, ആൽബിൻകെ, ജോസഫ്, അഭിൻവിറ്റി ഉണ്ട്. അവനെ കാണിക്കാത്തതുകൊണ്ട് അവന് ഭയങ്കര സങ്കടമാണ്. ഇത് ജിനോവിയസ്. അപ്പം പാലുകാച്ചി മല ഈ മരത്തിരിക്കുന്നതാണ് കേട്ടോ അവൻ. അപ്പം ഇനി അധികം വർത്താനൊന്നും പറയാൻ പറ്റുന്നില്ല, ഫോണിൽ ചാർജൊന്നുമില്ല. കുരിശടി എത്തിയിട്ട് അടുത്ത ഭാഗം കാണിക്കാം കേട്ടോ. അപ്പോൾ ഗായ്സ്, ഞങ്ങള് പാലുകാച്ചിയിലെ പ്രശസ്തമായ കുരിശടി എത്തി. ഇത് ശാന്തിഗിരി പള്ളിയുടെ കുരിശടിയാണ്. അപ്പോൾ ആ കാണുന്നതാണ് കേട്ടോ കുരിശടി. അവിടെ അത് സെൽഫി സ്റ്റിക്ക് എടുക്കായിരുന്നു. ഇവിടെയൊക്കെ പാട്ട് കേൾക്കണേ. ഇവിടെ ബൈക്ക് കൊണ്ട് വന്നാൽ ആരും കറക്റ്റിട്ടുണ്ടല്ലോ, സ്കൂട്ടി. ഇതുവഴിയാട്ടോ നമ്മൾ കുരിശടിയോട്ട് കയറുന്നേ. അതിന് പോണോട്ടെ. ഗൈസ്, ഒരു രക്ഷയില്ല. വ്യൂ എന്ന് പറയുന്ന അപാര വ്യൂ ആണ്. ഒന്ന് കണ്ടു നോക്കാം കേട്ടോ. എൻ്റെ
ബൈക്കിലാണ് പോയത്. ഓക്കെ, അതായത് ഞങ്ങൾക്ക് ട്രിപ്പ് അടിക്കണം എന്നുണ്ടായിരുന്നു, ഇങ്ങനെ ഓരോരുത്തരെ വെച്ചിട്ട്. പക്ഷെ ടൈം ഇല്ലായിരുന്നു, പിന്നെ അവന്റെ വണ്ടിയിൽ എണ്ണയില്ലായിരുന്നു. അങ്ങനെ വളരെ സാഹസികമായ ഒരു യാത്രയായിരുന്നു അത്. പിന്നെ എന്നത്തെയും പോലെ ഞങ്ങൾ ഭയങ്കര ഫുഡീസ് ആയതുകൊണ്ട് തന്നെ എണ്ണ പലഹാരങ്ങളുടെ ഒരു ചാകര തന്നെ ഉണ്ടായിരുന്നു ഞങ്ങളുടെ ബാഗിൽ. എല്ലാം എന്താ ചെക്കുവാണ് അതിൻ്റെ തിന്ന് മടുത്ത് അവസാനം ഞങ്ങൾ ആ പാലുകാച്ചി മലേൻ്റെ ഉച്ചയിൽ നിന്ന് ഇങ്ങനെ ഇറങ്ങി വന്നപ്പോഴേക്കും ഞങ്ങളുടെ ഡ്രസ്സ് പിടിച്ചാൽ ഒരു ബക്കറ്റ് വേർപ്പ് കിട്ടും. അത്രയും ചൂടും അതുപോലത്തെ ഒരു അവസ്ഥയായിരുന്നു ഗൈസ്. അങ്ങനത്തെ ഒരു അവസ്ഥയിലായിരുന്നു ഞങ്ങൾ അവിടെ നിന്നത്. പിന്നെ അതിൻ്റെ ടോപ്പ് എന്ന് വെച്ചാൽ ഒരു രക്ഷയില്ല. കാരണം വെച്ചാൽ നമുക്ക് വിശാലമായിട്ടൊക്കെ കാണാം, ഒരുപാട് കുന്നേ കാണാനുള്ളൂ. ഓക്കെ, പിന്നെ ആകാശത്തോട്ട് കുറച്ച് ദൂരമേ ഉള്ളൂ കേട്ടോ ആ കുന്നിൻ്റെ വെളിയിൽ നിന്ന്. കാരണം നല്ല ഹൈറ്റാണ് അതിന്. അപ്പം നിങ്ങൾ ആ വിഷ്വൽസ് ഒക്കെ ഒന്ന് പോയി കണ്ടേച്ചുവാ. ഈ കാണുന്നതാണ് പാലുകാച്ചി മല. ഗൈസ്, ഇവിടെ ഒരു ചെറിയൊരു കംപ്ലൈന്റേ ഉള്ളൂ, ഒരു തുള്ളി സൗണ്ട് പുറത്തു പോകൂല. കംപ്രഷൻ ഇവിടെ നല്ല പ്രഷർ ആയതുകൊണ്ട് ഒരു തുള്ളി സൗണ്ട് പുറത്തു പോകൂല. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ അങ്ങനെ കേൾക്കുള്ളൂ കേട്ടോ. പോരാ, കത്തി പോരാ. ഓക്കെ ഗൈസ്, ഇതാണ് പാലുകാച്ചി. ശരിക്കും പറഞ്ഞാല് വലിയൊരു ഫ്ലഡ് വന്നാല് ഈ ഭാഗം മുഴുവൻ കണ്ടോ. ഞാൻ വളരെ ഒച്ച താഴ്ത്തിയ സംസാരിക്കാം, പക്ഷെ അങ്ങേ അറ്റത്തിരിക്കുന്നവനെ കണ്ടോ, അവന് നല്ല ക്ലിയർ ആയിട്ട് എൻ്റെ സൗണ്ട് കേൾക്കാം. ഞാൻ പറയുന്നത് കറക്റ്റ് കേൾക്കത്തില്ലേ? സൗണ്ട് പോകുന്നില്ല, വളരെ പതുക്കെ പറഞ്ഞാൽ ഇവിടെ കേൾക്കാം. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ഇത് വലിയൊരു ഡാമും അല്ല, ആ കുന്നു നോക്കുന്നു. വലിയൊരു ഫ്ലഡ് വന്നാൽ ഇത് മൊത്തം ഒഴുകിക്കൊണ്ടു കേട്ടോ. ഇവിടെ നോക്കിയാൽ അതൊരു മരുഭൂമി പോലെയാണ്. നോക്കത്താ ദൂരം കിടക്കുകയാണ്. ഞാൻ ആദ്യമായിട്ടാണ് ഇവിടെ വന്നിട്ട് ഇത്രയും നീളത്തിലൊരു വ്യൂ കാണുന്നത്. കാരണം കോടമഞ്ഞും കാര്യങ്ങളൊക്കെ വരാറുണ്ടായിരുന്നു. ഗൈസ്, എന്താ പറയാ, മാരക വ്യൂ. ലോകാവസാന സിനിമയൊക്കെ എടുക്കുവാണെങ്കിൽ എൻ്റെ പൊന്നി ഇവിടുന്നൊക്കെ താഴെ മണ്ണിടിഞ്ഞ സ്ഥലങ്ങളൊക്കെ കാണാം. ഞാൻ ഏറ്റവും ടോപ്പിലാണ്, ഞാൻ മല നിൽക്കുന്നതിൻ്റെ ഏറ്റവും ടോപ്പിലാണ് നിൽക്കുന്നത്. നോക്കത്താ ദൂരത്താണ് സ്ഥലം നിൽക്കുന്നത് കേട്ടോ. എത്ര അകലെ നിൽക്കുന്ന ഫ്രണ്ട്സ് പറഞ്ഞെനിക്ക് ക്ലിയർ ആയിട്ട് കേൾക്കാം. ആൽവിനെ കണ്ടോ, അവൻ നോക്കി, അവന് ക്ലിയർ ആയിട്ട് കേൾക്കാം. നമ്മുടെ ഫ്രണ്ട്സെല്ലാം ഉണ്ട്, എല്ലാവരും ഡ്രസ്സ് അഴിച്ച് ഫുള്ളായിട്ടിരിക്കണത്. അതാണ് അവിടെ ജോസഫ്, അതാ എൻ്റെ കടൻ, നമ്മുടെ കട്ട ചങ്ങാണ്. അത് ആൽവിൻ, അവൻ വിദൂരതയിലോട്ട് നോക്കി വെള്ളം ഇറക്കുക. ഇവിടെ നിന്നാലും ഒരു എത്തും പിടിയില്ല, ഏത് മലയാ ഇവിടുന്ന വന്നെന്ന് അറിയില്ല. നമ്മുടെ സ്കൂളൊക്കെ കാണാം. അങ്ങനെ നിങ്ങൾ എൻ്റെ ആ ഫസ്റ്റ് വ്ളോഗ് കണ്ടല്ലോ. ഞാൻ ഇപ്പം കാണുന്ന ആ ഒരു ഞാനല്ല, പണ്ട് ഞാൻ. ഓക്കെ, എനിക്ക് ആദ്യം ഒരു ചാനൽ ഉണ്ടായിരുന്നു. അപ്പോൾ ആ ചാനലിൽ വീഡിയോ ഇടാൻ വേണ്ടി
ഞാൻ ക്രിയേറ്റ് ചെയ്ത് വെച്ച ഒരു എന്താ പറയുക, ഇപ്പം 10 to 1 ഓക്കെ, അല്ലെങ്കിൽ 1 മുതൽ 10 വരെ ലെവൽ നോക്കുവാണെങ്കിൽ 0 ആണ് അതിൻ്റെ ഒരു ലെവൽ എന്ന് പറയുന്നത്. അപ്പോൾ വ്ളോഗിങ് അത്ര ഞാൻ ചെയ്യുന്ന വ്ളോഗാന്ന് പോലും എനിക്ക് അറിയത്തില്ലായിരുന്നു. ഞാൻ ജസ്റ്റ് ഇങ്ങനെ കാണുന്നൊക്കെ വിളിച്ചു പറയുന്ന ആ ഒരു മൂഡിലേക്ക് മാത്രം വന്നുകൊണ്ടിരുന്ന ആ ഒരു ടൈമാണ്. അപ്പം അതാണ് എൻ്റെ ഫസ്റ്റ് വ്ളോഗ് എന്ന് എനിക്ക് പറയാനുള്ളത്. പിന്നെ ചോദിച്ച കുറച്ച് പേര് ഡൗട്ട് ചോദിച്ചായിരുന്നു, Q&A ചോദിച്ചായിരുന്നു. ഒരു റോബിൻ ലോറൻസ്, ഓക്കെ, റോബിൻ ലോറൻസ് എന്ന് പറയുന്ന ഒരു യൂട്യൂബ് ചാനലിലെ നമ്മുടെ ഒരു സപ്പോർട്ടറാണ്, നമ്മുടെ ഒരു ചങ്കാണ്. ചോദിച്ചു യൂട്യൂബ് ഇൻകം എത്രയാണ്, പിന്നെ സ്വപ്നം എന്താണ്, പിന്നെ ഭാവിയിൽ ഒരു സയന്റിസ്റ്റ് ആയാലും ആദ്യം എന്ത് കണ്ടുപിടിക്കും. സയന്റിസ്റ്റ് ആയാലും എന്ത് കണ്ടുപിടിക്കുന്ന അറിയത്തില്ല, കാരണം അന്നേരം അതിൻ്റെ സാഹചര്യം അനുസരിച്ചായിരിക്കും ഞാൻ കണ്ടുപിടിക്കുന്നത്. പിന്നെ ഡ്രീം പറക്കുക എന്നുള്ളതാണ്. ഓക്കെ, എസ്പെഷ്യലി പറക്കുക. അപ്പം പറക്കണം എന്ന് വെച്ച് എയറേഷൻ ആവാനുള്ള പരിപാടിയൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് പറക്കണം. പിന്നെ യൂട്യൂബ് ഇൻകം, കാരണം ചാനൽ മോട്ടറൈസ് പോലും ആയിട്ടില്ല, പിന്നെ എങ്ങനെയാണ് എനിക്ക് ഇൻകം കിട്ടുക. ഓക്കെ, അപ്പോൾ എനിക്ക് ഇൻകം ഒന്നും ഇല്ല. പിന്നെ ചോദിച്ചു ഗേൾ ഫ്രണ്ട് ഇല്ല, സിംഗിൾ പ്രസംഗിയാണ്. ലൈഫ് കുറച്ചുകൂടെ ഒന്ന് എക്സ്പ്ലോർ ചെയ്ത് എൻജോയ് ചെയ്ത് നടക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ്. പിന്നെ ചോദിച്ചു ക്രഷ് ഉണ്ടോന്ന്. ഉണ്ട്, മനുഷ്യരല്ലേ പുള്ള, ക്രഷ് കാണൂലേ. അപ്പോൾ അതൊക്കെ ഉള്ളൂ. പിന്നെ ചിലർ ചോദിച്ചു വണ്ടിയുടെ വരുന്ന അപ്ഡേറ്റുകളൊക്കെ എപ്പോൾ വരും. അത് സമയമാകുമ്പോൾ വരും. ഇപ്പോൾ ലോക്ക്ഡൗൺ ഒക്കെയാണ്, കയ്യിൽ പൈസയൊന്നുമില്ല. ഇപ്പോൾ നമ്മളൊരു വണ്ടി ഉണ്ടാക്കുമ്പം അതിൻ്റെതായ ചിലവുകളും പിന്നെ സാമ്പത്തിക ബുദ്ധിമുട്ടുകളേ ഉള്ളൂ, അല്ലാതെ ഐഡിയയും കാര്യങ്ങളൊക്കെ എല്ലാം എൻ്റെ കയ്യിലുണ്ട്. അപ്പോൾ അതെല്ലാം റെഡിയായി വരുവാണെങ്കിൽ നമുക്ക് ഉടൻ തന്നെ ഒരു പരിപാടി ചെയ്യാം. പിന്നെ ഡിലൻസ് വേൾഡ് ആണ്, എന്ത് സാലറി ഒക്കെ ഉണ്ടോ എന്നൊക്കെ ചോദിച്ചത് ഡിലൻസ് വേൾഡ് തന്നെയാണ് കേട്ടോ. അങ്ങനെ ഒരു ചാനലുണ്ട്, ഡിലൻസ് വേൾഡ്. പിന്നെ അങ്ങനെ കുറച്ച് പേരൊക്കെ ചോദിച്ചു. അപ്പോൾ എല്ലാവരുടെയും പേരെടുത്ത് പറയാത്തതിൽ ക്ഷമിക്കുക. കാരണം എന്ന് വെച്ചാൽ പെട്ടെന്ന് തട്ടിക്കൂട്ടി എടുക്കുന്നതാണ് ഈ ഒരു ഇൻട്രോ തന്നെ. കാരണം എക്സാം, ഓൺലൈൻ ക്ലാസ്, അങ്ങനെ കുറേ വിഷയങ്ങളൊക്കെ തലേ വന്ന് ചാടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് തുടർന്ന് നല്ല നല്ല വീഡിയോസൊക്കെ ആയിട്ട് നമുക്ക് വീണ്ടും ചാനൽ വരുന്നതായിരിക്കും. പിന്നെ എന്നെ പറയാനുള്ള വേറൊന്നും പറയാനില്ല. ലവ് ഗൈസ് ഓൾ. ഇത്രയും നാളും തന്ന സപ്പോർട്ടിന് ഇനിയും നന്ദി. തുടർന്ന് നിങ്ങളുടെ സപ്പോർട്ട് ആവശ്യമാണ്. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാമെന്ന പ്രതീക്ഷയിൽ ഇറ്റ്സ് മീ വില്ലേജ് ജീനിയസ് സൈനിങ് ഔട്ട്.